ഇന്ദിരാഗാന്ധി ഗ്യാരണ്ടി എന്ന പേരിൽ നൽകിയ വാഗ്ദാനങ്ങൾ, അതിനൊക്കെ ആവശ്യമായ പണം കണ്ടെത്തേണ്ടതുണ്ട്. നിലവിലുള്ള സർക്കാർ തന്നെ ആവശ്യത്തിലേറെ ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതികളും ഒക്കെ പ്രഖ്യാപിച്ച് അത് നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ ആ ക്ഷേമ പദ്ധതികൾ തന്നെ ആവർത്തിച്ചും ഉയർത്തിയും കൊണ്ടും കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടും, ഉദാഹരണത്തിന് KSRTC ബസ്സിലെ സൗജന്യ യാത്ര, 25 ലക്ഷം രൂപ വരെ ചികിത്സാ ഇൻഷുറൻസ് പദ്ധതി, ക്ഷേമ പെൻഷൻ തുക 3000 രൂപയാക്കുമെന്നുള്ള വാഗ്ദാനം, കൂടാതെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വെച്ച് അക്കൗണ്ടിലേക്ക് നിക്ഷേപം, ഇങ്ങനെ തുടങ്ങിയുള്ള വലിയ വാഗ്ദാനങ്ങളും അതിൻ്റെ വലിയ സാമ്പത്തിക ബാധ്യതയും ഒക്കെ കയറിക്കൊണ്ടാവും സർക്കാർ അധികാരത്തിൽ വരിക, UDF സർക്കാരാണെങ്കിൽ. അപ്പോൾ ഇതിനുള്ള പണം ഇങ്ങനെ കണ്ടെത്തുമെന്നുള്ളത് ഗുരുതരമായൊരു ചോദ്യം തന്നെയാണ്. നമുക്കറിയാം, ഇടത് സർക്കാർ കിഫ്ബിയെ മുന്നിൽ നിർത്തി, അല്ലെങ്കിൽ കിഫ്ബി എന്നുള്ള ആ ഒരു സാമ്പത്തിക സംവിധാനത്തെ മുന്നിൽ നിർത്തി പുറമെ നിന്ന് വായ്പ എടുത്തുകൊണ്ടാണ് ഇവിടെ പല വികസന പദ്ധതികളും നടപ്പാക്കിയതെന്നറിയാം. ഇപ്പോൾ കിഫ്ബിയെ തന്നെ തള്ളിപ്പറഞ്ഞ UDF സർക്കാരിന് കിഫ്ബി ചിലപ്പോൾ പിരിച്ചുവിടേണ്ടി വരും. അങ്ങനെ കിഫ്ബി പിരിച്ചുവിടുകയാണെങ്കിൽ പകരം ഒരു സംവിധാനം അതിനുവേണ്ടി ഉണ്ടാക്കുമോ? ഇല്ലെങ്കിൽ പണം എവിടെ വന്നു? അതോ നിലവിലുള്ള സംവിധാനത്തിൽ തന്നെ പണം ആർജിക്കുമോ? ഇവിടെ തന്നെ സർക്കാരിന് കൂടുതൽ പണം കണ്ടെത്താൻ കഴിയുന്ന മാർഗങ്ങളുണ്ടെന്നും കുടിശ്ശികയായി തന്നെ ധാരാളം പണം പിരിക്കാനുണ്ടെന്നും വരേണ്യവർഗത്തിൽ നിന്ന് കൂടുതൽ നികുതി ചുമത്താൻ കഴിയുമെന്നും സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാതെ വൻകിട കക്ഷികളിൽ നിന്ന് കൂടുതൽ നികുതി മേടിക്കാൻ കഴിയുമെന്നും ഒക്കെ ഉള്ള ചർച്ചകൾ നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തിക കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള ഒരാൾ ഈ മന്ത്രിസഭയിൽ ഇല്ലെങ്കിൽ തീർച്ചയായും ഭരണത്തെ അത് കാര്യമായി ബാധിക്കും.